എങ്ങനെയുണ്ട് ഈ ക്രിയേറ്റേഴ്സിന്റെ കൂടെ ഉള്ളൊരു ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ആ. ഒരുപാട് സന്തോഷം. ക്രൂ മെമ്പേഴ്സ് എല്ലാം വളരെ എന്താ പറയാ സീനിയേഴ്സ് ആയിട്ടുള്ള നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് ഈവൻ നമ്മുടെ കൂടെ ആക്ട് ചെയ്ത ആൾക്കാരാണെങ്കിലും എല്ലാവരും പറഞ്ഞ പോലെ ഹാഷിർ അവരുടെ ടീം മൊത്തത്തിൽ നമുക്ക് ഭയങ്കര ഒരു കംഫർട്ട് സോൺ ആയിരുന്നു. വന്ന ഒരു 2 ദിവസം ഞങ്ങളായിരുന്നു കമ്പനിക്കാര്. ഞങ്ങൾ മുമ്പ് ഒരു ഓഡീഷൻ ഓഡിഷൻ ബന്ധമുണ്ട്. ഞങ്ങളൊരു ഓഡീഷൻ ഓഡീഷനിലോട്ടും കണ്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണുന്ന വർക്ക്ഷോപ്പിന്റെ തന്നാ ഞാൻ ഇവളുണ്ടാ അപ്പൊ അങ്ങനെ ഞാനും യു അഗൈൻ ഞങ്ങൾ രണ്ടുപേരും തൃശ്ശൂർക്കാരാ. അപ്പൊ അതെ, അങ്ങനത്തെ ഒരു ഞങ്ങൾ അങ്ങനെ ക്ലോസ് ആയി. അതിനുശേഷമാണ് ഇവരെ കാണുന്നത്. അപ്പൊ നമുക്കൊരു എങ്ങനെയായിരിക്കും കംഫർട്ട് ആവുന്ന ഒരു സംഭവമൊക്കെ. ഫസ്റ്റ് ഇവരായിട്ടുള്ള സീക്വൻസ് അഭിനയിക്കുന്ന സമയത്ത് തന്നെ ഹാഷിറും അലനും ഒക്കെ അവരുടെ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടു. അപ്പത്തേക്കും ഓക്കെ കംഫർട്ടബിൾ ആയി. അങ്ങനെ ഒരു ഉടനെ തന്നെ ലൈക്ക് വന്ന സമയത്ത് തന്നെ ഒരു കംഫർട്ട് സോൺ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റി. ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണോ ഈ ഹെൽത്തി കുട്ട ഭയങ്കരമായിട്ട് വൈറലാവുന്നത്? അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണോ? ഷൂട്ട് ചെയ്യുന്ന ഇടയ്ക്കാണ്. അതായത് നിങ്ങൾ ഈ പാരലി സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അവര് റീലും പോയി ഷൂട്ട് ചെയ്യുമായിരുന്നോ? അല്ല, ഷൂട്ട് കഴിഞ്ഞ ഇടയ്ക്ക് ഷെഡ്യൂൾ ബ്രേക്ക് വന്നു. ആ സമയത്താണ് അവർ ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ഷൂട്ട് തുടങ്ങിയ സമയത്താണ് ട്രെൻഡ് ആവുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അതൊരു ഇന്റർനാഷണൽ ലെവൽ ട്രെൻഡ് ആയത് ശ്രദ്ധിച്ചിരുന്നോ? നെറ്റ്ഫ്ലിക്സിൽ ഡയലോഗ്, ഒരു പപ്പായ ജ്യൂസ് മധുരം ഇടുക വേണ്ട, കൂടെ കഴിക്കാൻ ഒരു ഇവരുടെ ഡയലോഗ് ഹെൽത്തി കുട്ട എന്ന് പറയുന്ന ഒരു വീഡിയോ നെറ്റ്ഫ്ലിക്സ് ഒക്കെ അത് കമന്റ് നെറ്റ്ഫ്ലിക്സ് വരെ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പൊ ഒരു കണ്ടന്റ് എടുത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തെ ഇത് ആളുകൾക്ക് റിലേറ്റ് ആവുമെന്നാണോ നോക്കുക, അതോ ഇത് ഇത്രമാത്രം വൈറലാവണം അങ്ങനെയാണോ അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്യുക? റിലേറ്റും ഫണ്ണും ഉൾപ്പെടുത്തും. റിലേറ്റ് ആണ് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ക്രിയേറ്റർ ആവുന്നതിന് മുമ്പ് തന്നെ ഈ ഹാഷർ ടീമുമായിട്ടൊക്കെ ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു. അവർ ഓൾറെഡി ഇത് ഈ പടത്തിന് മുമ്പ് തന്നെ ഫ്രണ്ട്സ് ആയിരുന്നു? അല്ല, ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, വർക്കലയാണ്, എല്ലാരും വർക്കലക്കാരാണ്. അപ്പൊ അലനിക്ക എന്റെ സൂപ്പർ സീനിയർ ആയിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ബാക്കിയാരും ഇവിടെ വന്ന് പരിചയപ്പെട്ടാണ്. ഓക്കെ 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 ഓക്കെ. ഈ ഹാഷർ വഴി മനസ്സിലാക്കിയിട്ടുള്ള ട്രോളുകളിലെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്, പിന്നെ ഈ ഹെൽത്തി കുട്ട, ഇതിലേതാ കണ്ടിട്ടുള്ളത്? കൊച്ചു കേരളത്തിൽ അത് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട അവസാനമല്ല അടുത്ത കാലത്ത് ഇറങ്ങിയൊരു സുധി ഇഷ്ടപ്പെട്ട ആ വീഡിയോ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഓക്കെ. ഈ കടുവ പ്രസാദ് അത് കണ്ടിട്ടുണ്ടോ? പിന്നെ മുമ്പ് കുറെ കണ്ടിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ഈ സംഭവം, പിന്നെ ഇപ്പൊ പുതിയൊന്നും ഇറങ്ങിയല്ലോ ഗിറ്റാറിന്റെ ഒരു സംഭവം. ഇവരിൽ നിന്ന് എപ്പോഴെങ്കിലും ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ട്? ഇവര് ക്രിയേറ്റേഴ്സ് ആയിട്ട് ബൂം ആയതിൽ നിന്ന് ശബരി എപ്പോഴെങ്കിലും ഇൻസ്പിറേഷൻ? ഇവരെയൊക്കെ ഇൻസ്പയർ ആണ് ഞാൻ തുടങ്ങിയത് തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ ഒരു സ്ലാങ് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടാണല്ലോ ഇതിൽ അവതരിപ്പിക്കുന്നത് റീലുകളിലൊക്കെ തന്നെ. ഇത് ഏത് മൊമെന്റിൽ ആളുകൾക്ക് ഇഷ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ടെന്ന് മനസ്സിലായത് എപ്പോഴാ ശബരിക്ക്? അങ്ങനെ മനസ്സിലായെന്ന് പറയുമ്പോ ഞാൻ അങ്ങനത്തെ ഒന്നും വിചാരിച്ചടിച്ചു തുടങ്ങിയ എന്റെ ഒരു കഴിവ് പുറത്ത് അറിയിക്കണമെന്ന് പറഞ്ഞ് ചെയ്തതല്ല. ഈ സ്ലാങ് ആണ് ഇതിന്റെ മെയിൻ എന്ന് പറഞ്ഞ് തുടങ്ങിയതല്ല. അല്ല, എന്റെ കൂട്ടുകാർ ഫ്രണ്ട്സ് ഉണ്ട്, കുറച്ച് പേരുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ. അങ്ങനെ കുറച്ച് പേരുണ്ട്. ഇവരും ഒരു ടീമാ. ഇതൊക്കെ ഓരോരോ യൂണിവേഴ്സുകളാ. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തെ ഇപ്പൊ നമ്മുടെ ഓഡീഷൻസ് ഒക്കെ ക്രാക്ക് ചെയ്തിട്ട് ഇപ്പൊ ഇത്ര വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമാണല്ലോ. ഏകദേശം ഒരു 10 കോടിക്ക് മുകളിലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പം ഇതാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു ലോഞ്ച്, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ ഉള്ളിൽ? തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ആയിട്ടാരും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നു. പ്രതീക്ഷിക്കാണ്ട് പോയൊരു ഓഡീഷൻ ആയിരുന്നു, പെട്ടെന്ന് കിട്ടി. എന്തായിരുന്നു ഓഡീഷൻ എക്സ്പീരിയൻസ്? എനിക്കും എക്സ്പെക്ട് ചെയ്യാണ്ട് കിട്ടിയ ഓഡീഷൻ ആയിരുന്നു. കുറെ പേരുണ്ടായിരുന്നു. ഞാൻ പോയ ഓഡീഷന് കുറെ കുഞ്ഞു പിള്ളേരായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് തെറ്റി വന്നതായിരിക്കും. പിന്നെ എന്റെ മുന്നത്തെ പടത്തിലത്തെ കുട്ടി വന്നിട്ടുണ്ടേ, അപ്പൊ അങ്ങനെ കണ്ട് ഒന്ന് ഓക്കെ. പിന്നെ ഉള്ളിൽ കയറി കുഞ്ഞു പിള്ളേരോട് ഞാൻ ഓഡീഷൻ ചെയ്തേ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പിള്ളേരൊക്കെ വരുന്നത് കാണുന്നത്. അപ്പൊ ഞാൻ ആദ്യം പോയപ്പോ ഞാൻ വിചാരിച്ചു വെറുതെ വന്നു എന്നുള്ള രീതിയിൽ ഇരിക്കായിരുന്നു. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഓഡീഷന് പോകുന്ന ഒരു ടീമൊക്കെ ഉണ്ടോ? അങ്ങനെയല്ല, എന്റെ മുന്നത്തെ മൂവിയിലെ കുട്ടി വന്നിട്ടുണ്ടായി ആ ഓഡീഷന്. അവളെ കണ്ടപ്പോഴൊരു സമാധാനമായത്. ഈ വർക്ക്ഷോപ്പിൽ നിന്ന് എന്തൊക്കെയാ മനസ്സിലാക്കിയത്? ആക്ടിംഗ് വർക്ക്ഷോപ്പ് നടത്തിയത് അതിൽ നമുക്ക് സിനിമയുടെ മീറ്റർ എന്താണെന്ന് മനസ്സിലായി. റീലില് അഭിനയിക്കേണ്ട രീതി അല്ല സിനിമയിലുള്ള എന്ന് മനസ്സിലായി. അടിപൊളി വർക്ക്ഷോപ്പ് ആയിരുന്നു, ഒരുപാട് ഉപയോഗം ചെയ്തു. ഈ റീൽ അഭിനയിക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്ന നമ്മൾ വ്യത്യാസം എന്തൊക്കെയാ ചെയ്തത്? മീറ്റർ വ്യത്യാസം ഉണ്ടാവില്ലേ എന്ന് പറയുമ്പോൾ റീൽ ഒരു 1.5 മിനിറ്റിലൊക്കെ അടങ്ങുന്നതാണ്. അപ്പൊ നമ്മള് അഭിനയിക്കുമ്പോൾ കുറച്ച് മീറ്റർ കൂട്ടിയാലേ പെട്ടെന്ന് ആൾക്കാർക്ക് 1.5 മിനിറ്റോട് ഒരു കഥ പറയുന്നത്. അതെ, 2.5 മണിക്കൂർ. അതെ, അപ്പൊ അത് നമ്മൾ ഒരുപാട് എക്സ്പ്രസ് ചെയ്യേണ്ടി വരും, കുറച്ച് ഓവർ ആക്ടിങ് പോലെയൊക്കെ ഇടേണ്ടി വരും.
സിനിമയിൽ 2.5 മണിക്കൂറൊക്കെ ഉള്ളത് കൊണ്ട് മൈന്യൂട്ടായിട്ട് അഭിനയിച്ചാൽ മതിയല്ലോ. അപ്പോൾ നാച്ചുറൽ രണ്ടും 2 മീറ്റർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇവരുടെ ഈ ഒരു റിയൽ ക്രിയേഷൻ കാരണം കൊണ്ടേ ഇപ്പം റൈറ്റേഴ്സിനായാലും ശരി മറ്റു ക്രിയേറ്റേഴ്സിനായാലും ശരി അവരും കുറെ കൂടി ഒക്കെ അപ്ഡേറ്റഡ് ആവും, കുറെ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഫോളോ ചെയ്തുകൊണ്ട് സിനിമയിലേക്ക് അത് കൊണ്ടുവരുന്നുണ്ട്. റീൽ സ്റ്റൈൽ പരിപാടികൾ ചെയ്ത്, കാരണം കൂടുതൽ ആൾക്കാർ ആസ്വദിക്കുന്ന അങ്ങനെയാണല്ലോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീൽസും. അപ്പൊ ആ ഒരു ട്രെൻഡ് ആൾക്കാരുടെ മനസ്സിലേക്ക് വന്നു പോയിട്ടുണ്ട്. അപ്പൊ സിനിമ കാണുമ്പോഴും ആ ഫാസ്റ്റ്നെസ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? റീല് പോലെ സിനിമകൾ പോകണം എന്നുള്ളൊരു ആഗ്രഹം, ഒരു ലാഗില്ലാതെ പോകണമെന്നുള്ള അത് പല സിനിമകളിൽ ഇപ്പൊ കാണുന്നുണ്ട്. അങ്ങനെ ഒരു മീറ്റർ പിടിക്കുന്ന ഡയറക്ടേഴ്സ് ഒക്കെ ഇവർ പൊതുവിൽ കാണുമ്പോഴൊക്കെ തന്നെ വളരെ സമാധാനപ്രിയരായിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു, വളരെ നല്ല കുട്ടികളായിട്ട് ഫീൽ ചെയ്യുന്നു. ക്യാമറ ഓൺ ആക്കിയതാണോ ഇവരിലെ സിംഹങ്ങൾ പുറത്തിടുന്നത്? ആ ക്യാമറ ഓണാക്കുമ്പോ ഡയറക്ടർ പറയുന്ന പോലെ ചെയ്യും കറക്റ്റായിട്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അവർക്ക്, പക്ഷെ കറക്റ്റായിട്ട്. പക്ഷെ എന്ന് വിചാരിച്ച് ഫസ്റ്റ് ടേക്ക് ഓക്കെ ആണോന്നില്ല, അത് വീണ്ടും എടുക്കാറുണ്ട്, പലപ്പോഴും എടുക്കാറുണ്ട്, പല ടേക്സ് എടുക്കാറുണ്ട്. കാരണം അത്രയും പെർഫെക്റ്റ് സാധനം കിട്ടാൻ വേണ്ടിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവർക്ക് റീൽസിൽ ഇവർ തന്നെയല്ലോ ഓക്കെ പറയുന്നത്, ഇവര് പറയുന്നത് ഓക്കെയാണ്, ചെയ്യുന്നത് ഓക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല, മറ്റൊരു ക്യാരക്ടറിനെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് റൈറ്റർക്ക് അറിയാം കറക്റ്റ് എന്ത് ഭാവങ്ങളായിരിക്കണം വരേണ്ടതെന്നുള്ളതും ഏത് രീതിയിൽ സംസാരിക്കണം എന്നുള്ളതും. ഇവര് ഒരു ഡയലോഗ് പോലും എനിക്ക് തോന്നുന്നില്ല എക്സ്ട്രാ ഇടാം, ഇല്ലല്ലോ, ഡയറക്ടർ പറഞ്ഞല്ലോ എല്ലാം ചെയ്തിരിക്കുന്നത്. അല്ല, എക്സ്ട്രാ ചോദിക്കുന്നുണ്ടോ? ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, എല്ലാം പറയാം. എന്നാലും ആ ക്യാരക്ടർ വിടാതെയാണ് ചെയ്തിട്ടുണ്ടാവുക മൊത്തത്തിൽ. കുറച്ച് ആക്ടേഴ്സിനെ പറ്റിട്ട് ഞാൻ ചോദിച്ചോട്ടെ. ഐ മീൻ ഇതില് ഭാഗമായിട്ടുള്ളത് ഇപ്പൊ അവരായിട്ടുള്ളൊരു അസോസിയേഷൻ അവർ പറയുമ്പോ എന്താ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. മനസ്സിലായില്ല ചോദ്യം. അതായത് ഇതിലെ കാസ്റ്റിൽ ഓരോരുത്തരെ പറ്റി പറയാം, അപ്പൊ എന്താണ് വരുന്നത് എന്നുള്ളതൊന്ന് പറഞ്ഞാൽ. സാബർ എന്റെ കൂടെ വിരിയുന്നതാണ്, എന്റെ ഫ്രണ്ടാണ്. ഈ പടത്തിൽ അദ്ദേഹത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്? പടത്തില് പ്രാധാന്യം അത്യാവശ്യം റോളുള്ളതാണ്. ഇപ്പൊ ഈ സിനിമയുടെ അകത്ത് നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നമ്മൾ കാണുന്നത്, അതായത് എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് 2 ഗ്യാങ്ങുകൾ, ഇപ്പൊ വാഴയിൽ അങ്ങനെ ഉണ്ടല്ലോ, 2 ഗ്യാങ്ങുകൾ ഉണ്ടല്ലോ, വാഴ 1 അതുപോലെ ഉണ്ടോ വാഴ 2 അത് സിനിമ കാണുമ്പോ മനസ്സിലാവും. ഹാഷറിനെ പറ്റിട്ട് എന്താ? പുള്ളി അടിപൊളിയാണ്. സിനിമയുടെ മ്യൂസിക് അത് വാഴ 1 ഇപ്പൊ വാഴ 1 എല്ലാ പാട്ടുകളും ഒന്ന് റീൽസ് ക്രിയേറ്റേഴ്സും അതുപോലെ ചാറ്റ് ബോസ്റ്റേഴ്സും ഒക്കെ ആയി മാറിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു മ്യൂസിക്കിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ ഇറങ്ങിയ പാട്ട്, ഇതിന്റെ RR അതൊക്കെ ഇപ്പൊ ഡബ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബാക്കി ഭാഗമൊക്കെ സൂക്ഷിച്ച് കുറച്ച് കേട്ടിട്ടുണ്ടായിരിക്കല്ലോ, എന്താ ഫീൽ ചെയ്യുന്നത്? അല്ല, ഞാൻ അങ്ങനെ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ടൊന്നും കേട്ടിട്ടില്ല. ഈ ഇറങ്ങിയ പാട്ടന്നെ അത്രേ ഉള്ളൂ. മറ്റേ റെഫറൻസ് പോലെ അവർ ചെയ്യുന്നതാണല്ലോ അവിടുന്ന് എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. അത് പക്ഷെ ഒറിജിനൽ മ്യൂസിക് അല്ലല്ലോ, നമ്മള് RR ഒന്നും അറിയില്ല, കേട്ടിട്ടില്ല. പക്ഷെ ഈ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇപ്പൊ ഇറങ്ങിയ പാട്ട്. കാരണം നമ്മള് എന്താ പറയാ, ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിൽ വേറൊരു താളവും കാര്യങ്ങളൊക്കെ ഇതിന് പെട്ടെന്ന് ഫാസ്റ്റ് ബീറ്റ് ആണ് ഞാൻ പ്രതീക്ഷിച്ചത് വരുമെന്നുള്ളത്. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ, ഫാസ്റ്റ് ബീറ്റ് അല്ലല്ലോ വന്നത്, ഈ വരുമായിരിക്കും ഫാസ്റ്റ് ബീറ്റ്. അപ്പൊ ഈ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു സംഭവം. പ്രതീക്ഷ എത്ര മാത്രം ഉണ്ട് വാഴ 2 എന്താ ആക്ടർ എന്നുള്ള രീതിയിൽ? ഇപ്പൊ തീവണ്ടി ചണ്ട ലൈഫിലേക്ക് ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ എന്നിവർ ഒരു കാര്യം ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ വാഴ 2 എന്തായിരിക്കും ആഡ് ഓൺ? വാഴ 2 നല്ല ക്യാരക്ടറാണ്. അല്ല, ആരുടെ അച്ഛനാണ് അത് ഞാൻ ചോദിക്കാൻ പറ്റുപോയി. അതിപ്പോ പറയുന്നതിന് കുഴപ്പമില്ല, ഞാൻ വേറെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. അലന്റെ അച്ഛനാണ്. പിന്നെ അലന്റെ എന്റെ ഒരു ഭാവി മരുമകള് ഈ കൂട്ടത്തിലുണ്ട്, അതാ ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ ആണ്. ഒരു മുസ്ലിം ക്യാരക്ടറാണ്. അയാളുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? കുറച്ച് പഴയ ആളാണ്, എന്നാൽ പുതിയതായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ആളാണ്. അങ്ങനെ ഒരു പരിപാടിയാണ്.